എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പരിപ്പ് കറിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പരിപ്പ് കറിയാണ്. തേങ്ങയൊന്നും ചേർക്കാതെ നല്ല രുചി തയ്യാറാക്കിയെടുത്തിട്ടുള്ള പരിപ്പ് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കി വന്നാലോ. അതിനു മുന്നായിട്ട് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചാൽ മറക്കരുത്. അപ്പൊ നമുക്ക് പരിപ്പ് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. പരിപ്പ് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 250 ഗ്രാം പരിപ്പിനെ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വേവുന്ന പരിപ്പാണ്, അതുകൊണ്ട് ഞാൻ കഴുകി എടുത്തത്. കുതിർക്കാനൊന്നും വെച്ചിട്ടില്ല, അങ്ങനെ കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു 2 വിസിൽ വരയ്ക്ക് നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഈ പരിപ്പ് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ളത് 3 തക്കാളി, അതേപോലെ 2 പച്ചമുളക്, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഈ സവാളേനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിനെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 3 തക്കാളിയാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം, ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 2 വിസിലായിരിക്കും നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് 2 വിസിൽ വരയ്ക്കും വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ പരിപ്പ് കെട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ലൂസ് ആക്കണമെങ്കിൽ കുറച്ചും കൂടി ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ലൂസാക്കി വെക്കാം. ഇനി ഒരു താളിപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. പാൻ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പരിപ്പ് കറിക്ക് നല്ല ടേസ്റ്റ് ആണ്. നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂടായതിനു ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. പൊട്ടിയതിനു ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഈ 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നമ്മുടെ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. ഇനി കുക്കർ ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കാം. അപ്പൊ കണ്ടില്ല, നമ്മുടെ പരിപ്പ് കറി ഇപ്പോഴേ നല്ല തിക്കാണ്. തേങ്ങ ഒന്നും ഒഴിക്കാതെ തന്നെ നമ്മുടെ പരിപ്പ് കറി ഇതേ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കുക്കർ ഒന്ന് കഴുകിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയില ലാസ്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പരിപ്പ് കറിയാണ്. ചോറ്, ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പരിപ്പ് കറിയാണ്. തേങ്ങ ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറക്കരുതേ. അപ്പൊ നമ്മുടെ പരിപ്പ് കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതേപോലെ എൻ്റെ വീഡിയോ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ കാണുമെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പൊ നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് അടിക്കാനും മറക്കരുത്. പിന്നെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ പരിപ്പ് കറി തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുതേ. അപ്പൊ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.